മഴ തോർന്ന കാലാവസ്ഥ. മണ്ണിൽ നിന്നും ഉയരുന്ന ആവിയിൽ ആകെ ഒരു ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. ഖത്തനാർ മനയുടെ മുറ്റത്തേക്ക് വന്നു. അദ്ദേഹം കയ്യിലെ തിളങ്ങുന്ന ഇരുമ്പാണി നിലത്തുറപ്പിക്കാൻ തുടങ്ങി. ചുറ്റിലും വവ്വാലുകളുടെ നിലയ്ക്കാത്ത കരച്ചിൽ മാത്രം. തൻ്റെ കയ്യിലെ കരിങ്കല്ലുകൊണ്ടുള്ള ചുറ്റിക ഉയർത്തി അദ്ദേഹം ആദ്യത്തെ അടി നൽകി. ഒരു സ്വർണപ്രഭ മുറ്റമാകെ പടർന്നു. അന്ധകാരം അത് സ്വയം പടിയിറങ്ങിപ്പോകില്ല. അതിനു മുകളിൽ ഒരു വലിയ ശക്തി ആജ്ഞാപിക്കുമ്പോൾ മാത്രമേ അത് വഴിമാറൂ. ഖത്തനാരുടെ ഗാംഭീര്യമുള്ള ശബ്ദം ആ രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ചു. ഓരോ അടിക്കും തറയിൽ നിന്നും ആത്മീയമായ ഒരു തരംഗം പുറപ്പെട്ടുകൊണ്ടിരുന്നു. പാലമരത്തിൻ്റെ മുകളിൽ ഒളിഞ്ഞിരുന്ന ആ ഭീമാകാരമായ നിഴൽ രൂപം പതുക്കെ താഴേക്കിറങ്ങാൻ തുടങ്ങി. അതിന് കൃത്യമായ ഒരു രൂപമില്ലായിരുന്നു. കറുത്ത പുകച്ചുരുളുകൾ പോലെ അത് അന്തരീക്ഷത്തിൽ ഒഴുകി നടന്നു. ഖത്തനാർ വരച്ച പുണ്യവൃത്തത്തിനപ്പുറം ആ നിഴൽ നിന്നു. നിഴലിൻ്റെ കണ്ണുകൾ തീക്കനൽ പോലെ ചുവന്ന് തിളങ്ങി. 1000 പേർ ഒരേ സമയം മന്ത്രിക്കുന്നത് പോലെ ആ അശരീരി മുഴങ്ങി. അല്ലയോ പുരോഹിത, ഇന്ന് നീ ഈ വീടിനെ കാക്കുമായിരിക്കും. എന്നാൽ ഇവരുടെ വരും തലമുറയെ കാക്കാൻ നിനക്കാവുമോ? ഈ കല്ലുകൾ പാകും മുൻപേ ഞാനിവിടെ ഉണ്ട്. ഇവ മണ്ണടിയുമ്പോഴും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ആ വാക്കുകൾ കേട്ടതും ഖത്തനാരുടെ നോട്ടം വരാന്തയിൽ വിറച്ചു നിന്നിരുന്ന തമ്പുരാന്റെ നേർക്ക് തിരിഞ്ഞു. നിഴലിൻ്റെ സാന്നിധ്യത്തിൽ ഖത്തനാർ അവിടെ ഒരു ദൃശ്യം തെളിച്ചു. വർഷങ്ങൾക്ക് മുൻപ് ഇതേ മണ്ണിൽ വെച്ച് തമ്പുരാന്റെ പൂർവികർ ചെയ്ത ഒരു കൊടും ക്രൂരത. അന്യൻ്റെ മുതൽ അപഹരിക്കാൻ ഒരു സ്ത്രീയെ അവർ ചതിച്ചു കൊന്നു. അവളുടെ സ്വർണവും സ്വത്തുക്കളും ഈ മനയുടെ തറക്കടിയിൽ കുഴിച്ചിട്ട ഒരു ഭീകര ദൃശ്യം. ഖത്തനാർ പുച്ഛത്തോടെ തമ്പുരാനോട് പറഞ്ഞു, അന്ധകാരം വെറുതെ വന്നതല്ല തമ്പുരാനെ, അതിനെ നിങ്ങൾ തന്നെ ക്ഷണിച്ചു വരുത്തിയതാണ്. നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത് നിങ്ങളുടെ സ്വത്തല്ല, മറിച്ച് മറ്റൊരാളുടെ ശാപമാണ്. ഈ ആത്മാവ് വെറുമൊരു ചെകുത്താനല്ല, അത് നിങ്ങളുടെ പാപത്തിൻ്റെ കണക്ക് ചോദിക്കാൻ വന്നതാണ്. ഖത്തനാരുടെ വാക്കുകൾ തമ്പുരാനെ തളർത്തിക്കളഞ്ഞു. ആകാശത്തെ ചന്ദ്രൻ പതുക്കെ രക്തവർണമായി മാറി. ആ സമയം നോക്കി നിഴൽ രൂപം അലറിക്കൊണ്ട് ഖത്തനാർക്ക് നേരെ പാഞ്ഞെടുത്തു. ഖത്തനാർ തൻ്റെ മന്ത്രവടി വായുവിൽ ചുഴറ്റി. അവിടെ ഒരു അഗ്നിവലയം രൂപപ്പെട്ടു. ആവേശിക്കപ്പെട്ട പെൺകുട്ടി വീണ്ടും വായുവിൽ ഉയർന്നു. അവളുടെ കണ്ണുകൾ രക്തവർണമായി. ഖത്തനാർ അവളുടെ കൈകൾ മുറുകെ പിടിച്ചു. സുറിയാനിയിലും സംസ്കൃതത്തിലുമുള്ള മന്ത്രങ്ങൾ അദ്ദേഹം ഉരുവിടാൻ തുടങ്ങി. മനയുടെ ചുവരുകൾ വിറച്ചു. വിളക്കുകൾ പൊട്ടിത്തെറിച്ചു. അവസാനമായി ആ പെൺകുട്ടിയുടെ കൈ പിടിച്ച് ഖത്തനാർ നിലത്തെ ആണിയിൽ സ്പർശിച്ചു. ഭയാനകമായ ഒരു നിലവിളിയോടെ ആ നിഴൽ രൂപം ഇരുമ്പാണിയിലേക്ക് ആഴ്ന്നിറങ്ങി. അതോടെ നിലവിളികൾ നിലച്ചു. അന്തരീക്ഷം ശാന്തമായി. ഇരുമ്പാണിയുടെ തിളക്കം പതുക്കെ മങ്ങി അതൊരു വെറും കറുത്ത ആണിയായി മാറി. ബോധം തെളിഞ്ഞ പെൺകുട്ടി അച്ഛൻ്റെ അടുത്തേക്ക് നടന്നു. വിയർത്ത് കുളിച്ച ഖത്തനാർ തമ്പുരാന്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, ഈ ആത്മാവിനെ ഞാൻ ഈ ഇരുമ്പാണിയിൽ തളച്ചിരിക്കുന്നു. പക്ഷേ ഓർക്കുക, ഇരുമ്പ് കാലക്രമേണ തുരുമ്പിക്കും. നിങ്ങളുടെ പൂർവികർ തട്ടിയെടുത്തത് അർഹതപ്പെട്ടവർക്ക് തിരികെ നൽകുക. അല്ലെങ്കിൽ ആ തുരുമ്പിൽ നിന്നും ഈ ശാപം വീണ്ടും പുറത്തു വരും. അന്ന് ആണിയടിക്കാൻ ഞാൻ ഉണ്ടായി എന്ന് വരില്ല. പ്രഭാതത്തിൻ്റെ മഞ്ഞിലേക്ക് ഖത്തനാർ നടന്നകന്നു. അപ്പോഴും മനയുടെ മുകളിൽ നിന്ന് മറ്റൊരു നിഗൂഢ രൂപം അദ്ദേഹത്തെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു.